നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉറങ്ങിയുണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഈ പ്രഭാതത്തിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അടിയങ്ങൾക്ക് വേണമപ്പാ. ജീവിപ്പാൻ ആവശ്യമാർന്നതെല്ലാം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുകയപ്പാ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാടിയങ്ങളോട് മനസ്സിൽ ഇണമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പച്ചൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഇത് പരീക്ഷാ കാലഘട്ടമാപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും അവരെ സഹായിക്കണേ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ കർത്താവേ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ട് അതിൻ്റെ ആൻസറുകളൊക്കെ തയ്യാറാക്കി വയ്ക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് അവിടുത്തെ വചനമാ. കർത്താവിനോട് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മൻ പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ എല്ലാവരെയും കർത്താപ്പച്ചൻ അനുഗ്രഹിക്കുമാറാകണം. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണേ അപ്പാ. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തിലും ആരോഗ്യത്തിലും ചെയ്തെടുപ്പാൻ കൃപ കൊടുക്കണമേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിലെ അപ്പച്ചൻ മറുപടി അയച്ചാട്ടപ്പാ. ഈ സമയം കർത്താവെ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗക്കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാ. അതിവേദനയിൽ കൂടി കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവേ സ്തോത്രം സ്തോത്രം. പല ടെസ്റ്റുകൾക്ക് വിധേയപ്പെട്ടവരുണ്ട്. ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ടപ്പാ. തലയ്ക്ക് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശാരീരികമായും മാനസികമായും അനവധി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്നപ്പാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. തമ്പുരാനെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പ, പ്രത്യാശയോടെ ജീവിപ്പാൻ അവരെ സഹായിച്ചാട്ട്. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന അപ്പ, മാനസാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കൂടി കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ അറിയുന്നതിന് മുൻപേ ഞങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങൾ അറിയിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ വിഷയം അറിയാവുന്ന കർത്താവ്, അവൻ എല്ലാ വിഷയങ്ങളും അറിഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കൾക്കും മറുപടി അയക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചില നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്ത മക്കളുണ്ട്. തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ കർത്താവേ. അടിയങ്ങളോട് സഹതാപം തോന്നണമേ അപ്പാ. കാലത്ത് തന്നെ നിൻ്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.